ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്ത് വരുവാൻ കർത്താവ് ചെയ്ത കൃപയോർത്ത് കർത്താവിന് നന്ദിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ചിന്തയ്ക്കടുത്ത വേദഭാഗം സങ്കീർത്തനം അതിൻ്റെ 23-ാം അധ്യായം. എല്ലാവർക്കും സുപരിചിതമായ വചനവും വാക്യങ്ങളും ഒക്കെയുമാണ് അതിൽ കാണുവാൻ കഴിയുള്ളത്. ഹല്ലേലൂയ. ഏതുറക്കത്തിലും ഒരു വ്യക്തിയെ തട്ടി ഉണർത്തി 23-ാം സങ്കീർത്തനം പറയുവാൻ പറഞ്ഞാൽ അവർ പറയുന്ന നിലവാരത്തിലുള്ള ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. അതിൻ്റെ ആഴങ്ങൾ എത്രത്തോളം ആരായുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്കും കർത്താവിന് മാത്രമേ അറിയുവാൻ പറ്റത്തുള്ളൂ. എങ്കിലും ഇന്ന് പകൽക്കാലം എന്നോട് സംസാരിച്ച ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചിട്ട് ദിവസത്തിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഇടയനാകുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വന്നാൽ നമ്മളെ വഴി നടത്തും, നമ്മളെ പാലിക്കും, നമ്മളെ പരിപാലിക്കും. നമുക്ക് ആവശ്യമായുള്ളതൊക്കെയും കർത്താവിനോട് ചോദിക്കുന്നതിന് മുന്നമേ കർത്താവ് അറിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ നൽകുവാൻ കർത്താവ് സർവശക്തനാണ്. ഹല്ലേലൂയ. ഇവിടെ വചനം എന്താണ് പറയുന്നത്? യഹോവ എൻ്റെ ഇടയനാകുന്നു. 1-ാമത്തെ വാക്കിൽ തന്നെ ഇങ്ങനെ കർത്താവ് പറയണമെങ്കിൽ നമ്മുടെ ഇടയനായി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വന്നാൽ മാത്രമേ അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ പറ്റത്തുള്ളൂ. അങ്ങോട്ടുള്ള കാര്യങ്ങൾ നന്മയും കരുണയും അങ്ങനെ പറയുന്ന രോഗോപശാന്തിയും, ഹല്ലേലൂയ, അങ്ങനെയുള്ള പല അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ സിദ്ധിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതങ്ങളുടെ നമ്മുടെ കുടുംബങ്ങളുടെ മേൽ വരണമെങ്കിൽ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു. നമ്മുടെ ഇടയൻ പലപ്പോഴും, ഹല്ലേലൂയ, നമ്മൾ ചിന്തിക്കുന്നുണ്ട് നമ്മൾ വഴി നടത്തുന്നത് നമ്മുടെ മാതാപിതാക്കളാണെന്ന്. നമ്മൾ, ഹല്ലേലൂയ, മറ്റു കാര്യങ്ങളിലോട്ട് വഴി നടത്തുന്നത് നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെയുമാണെന്ന്. പക്ഷേ നമ്മുടെ ഇടയൻ ക്രിസ്തുവായി ഇറങ്ങി വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പലവിധമായ മാറ്റങ്ങളും നമ്മുടെ കണ്ണാലെ കാണുവാനിടയാകും. പ്രതികൂലങ്ങൾ ഈ ലോകപരമായി നോക്കാമെങ്കിൽ കർത്താവ് നമ്മളോട് പറയും, അത് വേണ്ട കുട്ടാ, അത് ചെയ്യരുത്, പൈതലെ അത് ചെയ്യരുതെന്ന് പറയും. പക്ഷേ അല്ലെങ്കിൽ കൂട്ടുകാരോ നമ്മുടെ ബന്ധുക്കളോ ചർച്ചക്കാരാണെങ്കിൽ ചെയ്യുവാൻ പറയും. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ഒക്കെ ഇടയൻ ആരാണ്? നമ്മളൊന്ന് ചിന്തിക്കണം, ഒന്ന് ആത്മാർത്ഥമായി ചിന്തിക്കണം. ഹല്ലേലൂയ. അതിൻ്റെ അകത്ത് തന്നെ ഒരു ആത്മാർത്ഥമായ ഒരു ആഴം മറിഞ്ഞു കിടപ്പുണ്ട്. ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ ഇടയൻ കർത്താവാണോ, അതോ ഈ ലോകത്തിലുള്ള മറ്റു വ്യക്തികളാണോ, ഈ ലോകത്തിൽ കാണുന്ന മറ്റു പലതുമാണോ? ക്രിസ്തു നമ്മുടെ ഇടയനായി വരണമെങ്കിൽ അനേകം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അനേകം പ്രയാസം, അനേക പാപത്തിൻ്റെ ശക്തികൾ നമ്മുടെ ജീവിതത്തിൽ മാറേണ്ടതായിട്ടുണ്ട്. കർത്താവ് നല്ല ഇടയനായിട്ട് നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിത ശൈലികൾക്കൊരു മാറ്റമുണ്ടാകും, നമ്മുടെ നോട്ടത്തിനൊരു മാറ്റമുണ്ടാകും, നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊരു മാറ്റമുണ്ടാകും. ഈ ലോകക്കാർ പറയുന്ന കാര്യമായിരിക്കത്തില്ല നമ്മളുടെ ചെവികൾ കൂടെ കേൾക്കുന്നത്. ഈ ലോകക്കാർ കാണുന്ന കാഴ്ച ആയിരിക്കത്തില്ല നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത്. വചനം പഠിപ്പിക്കുന്നുണ്ട്, നല്ല ഇടയനാകുന്ന കർത്താവിനെ കുറിച്ച് മർക്കോസിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. നല്ല ഇടയനാകുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ട്, ഹല്ലേലൂയ, ആടുകൾ അവൻ്റെ ശബ്ദം അറിയുന്നുണ്ട്. ആടുകൾ അവൻ്റെ ശബ്ദം അനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അവർ അകത്ത് വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, കർത്താവ് നമ്മുടെ അടുക്കൽ നല്ല ഇടയനായിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പലവിധമായ വിടുതലുകൾ സംഭവിക്കും, പലവിധമായ മാറ്റങ്ങൾ സംഭവിക്കും. നമ്മൾ നോക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് നമ്മുടെ അടുക്കൽ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന അനേകം പാപങ്ങളുണ്ട്. ഹല്ലേലൂയ. ഒരു വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അങ്ങൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവനാണപ്പാ. കാരണം എന്താണ്? കർത്താവ് അവൻ്റെ അടുക്കൽ ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്ന പാപത്തിൻ്റെ ശക്തികൾ ഒരുപക്ഷെ അവൻ്റെ മുൻപാകെ തെളിഞ്ഞു വന്നേക്കാം. ഹല്ലേലൂയ. അങ്ങനെ വചനം പഠിപ്പിക്കുന്നില്ല, എങ്കിലും എൻ്റെ ഇതിലൊന്ന് ഞാൻ പറഞ്ഞതാണ്, അങ്ങനെ ഒരു വ്യക്തി പറയണമെങ്കിൽ കർത്താവ് അവൻ്റെ അടുക്കൽ ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ പാപം ബോധ്യമായി. ഹല്ലേലൂയ. പത്രോസിൻ്റെ അടുക്കൽ കർത്താവ് ഇറങ്ങി ചെന്നപ്പോൾ അവൻ്റെ പാപത്തിൽ കുത്തുകിട്ടി. ഹല്ലേലൂയ. അതുപോലെ പത്രോസ് പ്രാർത്ഥിക്കുവാനിരുന്ന സമയത്ത്
അവൻ്റെ ജാതി സ്പിരിറ്റ് മാറുവാൻ വേണ്ടി കർത്താവ് ഒരു ദർശനം കൊടുക്കുവാനിടയായി. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവ് നല്ല ഇടയനായി നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ വഴി നടത്തുന്നത് കർത്താവായിരിക്കും. ഈ ലോകത്തിൽ കാണുന്ന ഒരു വ്യക്തിയായിരിക്കത്തില്ല, ഈ ലോകത്തിൽ കാണുന്ന ഒരു മനുഷ്യനാകത്തില്ല. ഇവിടെ വചനം പറയുന്നത് പോലെ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. ഹല്ലേലൂയ. നമ്മുടെ ഇടയൻ കർത്താവായി കഴിഞ്ഞാൽ ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. രണ്ടാമത്തെ ബി പാർട്ടിയിൽ ഇങ്ങനെ പറയുന്നു, ഒന്നിനും മുട്ടുണ്ടാകാതിരിക്കണമെങ്കിൽ നല്ല ഇടയനാകുന്ന കർത്താവ് നമ്മുടെ ഉള്ളങ്ങളിലോട്ട് ഇറങ്ങി വരണം, നമ്മുടെ ജീവിത ശൈലികളിലോട്ട് ഇറങ്ങി വരണം. ഹല്ലേലൂയ. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മളെക്കുറിച്ച് അവൻ്റെ ശബ്ദം കേട്ട് നമ്മൾ അവൻ്റെ ഹിതമനുസരിച്ച് നടക്കുവാൻ വേണ്ടിയാണ്, അവൻ്റെ ഇഷ്ടമനുസരിച്ച് നടക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അവർ ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം. ആ പൈതങ്ങൾ ഹല്ലേലൂയ മാതാവും പിതാവും പറയുന്നത് അതുപോലെ അനുസരിക്കണമെന്ന് മാതാവും പിതാവും ചിന്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇല്ല എന്ന് ആർക്കും പറയുവാൻ പറ്റത്തില്ല. പക്ഷേ ഹല്ലേലൂയ അതുപോലെ അനുസരിക്കുമ്പോൾ, ആ പൈതങ്ങൾ അതുപോലെ അനുസരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമാണ്. കാരണം എന്താണ്? ഞാൻ പറയുന്നത് എൻ്റെ പൈതങ്ങൾ അനുസരിക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. അതുപോലെയാണ് കർത്താവ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ ചിന്തിക്കും, ഇവൻ എൻ്റെ പ്രിയ പൈതലാണ്. ഹല്ലേലൂയ. ഇവന് നന്മ കൊടുക്കാം. ഹല്ലേലൂയ. ഒരിക്കലും തിന്മ ദൈവം തരത്തില്ല, എല്ലാം നന്മ നൽകുവാൻ കഴിവുള്ള ആ സർവശക്തനാണ്. ഇവിടെ വചനം പറയുന്നത് പോലെ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങൾ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ അവൻ നടത്തുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. ഹല്ലേലൂയ. പച്ചപ്പെന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ, കണ്ണിന് ഇമ്പമായി തോന്നുന്ന ഒരു കാഴ്ചയാണ് പച്ചപ്പെന്ന് പറയുന്നത്. ഏറ്റവും സമ്പൂർണതയുടെ ഒരു കാര്യമാണ് പച്ചപ്പെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഏറ്റവും അനുഗ്രഹമാകുന്ന, ഏറ്റവും ഒരു പ്രയാസമില്ലാതെ ഒരു അനുഗ്രഹമാകുന്ന, ഒന്നിനും മുട്ടില്ലാതെ വണ്ണം നടത്തുന്ന ഒരു കാര്യമാണ് പച്ചപ്പെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതങ്ങളിലൊക്കെ പച്ചപ്പായി മാറണമെങ്കിൽ ഇടയനാകുന്ന ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. സാമ്പത്തികമായി ഉള്ള മണ്ഡലത്തിലാണ് പച്ചപ്പ് ആവശ്യമെങ്കിൽ ഹല്ലേലൂയ പുറമേ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും മരുഭൂമിയാണ് നമ്മുടെ മുന്നിൽ കാണുന്നതെങ്കിൽ പച്ചപ്പ് വരണമെങ്കിൽ ഹല്ലേലൂയ അവിടെ ഒരു വിടുതൽ വരണമെങ്കിൽ, ഒരു സമൃദ്ധി വരണമെങ്കിൽ നല്ല ഇടയനാകുന്ന കർത്താവ് നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിലായിരുന്നപ്പോൾ അവന്റെ മുൻപാകെ ഹല്ലേലൂയ മരുഭൂമിയും അതുപോലെ കാക്കയും കഴുകന്മാരും ഒക്കെ ആയിരുന്നു. അതിന്റെ നടുവിൽ പച്ചപ്പാക്കുവാൻ കർത്താവ് സ്വർഗത്തെ തുറന്നപ്പോൾ ഹല്ലേലൂയ അവൻ കണ്ടത് കഴുകനെയോ അവനെ കൊല്ലുവാനിരിക്കുന്ന ദുഷ്ടമൃഗങ്ങളെ ഒന്നുമല്ല. ഹല്ലേലൂയ കർത്താവിനെ അവൻ കാണുവാൻ ഇടയായി. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ആ പച്ചപ്പാകുന്ന ഹല്ലേലൂയ ആ നല്ല ഹല്ലേലൂയ പച്ച പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. ആ മനോഹരമായ ആ സ്ഥലത്തോട്ട് നമ്മൾ ആകണമെങ്കിൽ യഹോവ കർത്താവ് നമ്മുടെ ഇടയനായി നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷെ അങ്ങനെ വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ചില ഹല്ലേലൂയ നമ്മൾ നോക്കുമ്പോൾ ലോകപരമായി നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പല പാപത്തിന്റെ ശക്തികളും നമ്മൾ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. ഗലാത്യരിലൊക്കെ പറയുന്നുണ്ട് കർത്താവിന്റെ ബലം കായ്ക്കുന്ന വ്യക്തികളായി മാറണം. ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട് അനുഗ്രഹങ്ങളെ കുറിച്ച്. ആ അനുഗ്രഹങ്ങളൊക്കെ സിദ്ധിക്കണമെങ്കിൽ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണ മനസ്സോടെ വീണാലും, കർത്താവിന്റെ സന്നിധിയിൽ അങ്ങനെ നല്ല ഇടയനായി എൻ്റെ അടുക്കലൊന്ന് ഇറങ്ങി വന്ന് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞാലൊക്കെ മാത്രമേ കർത്താവ് നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്ന് നമ്മുടെ ജീവിതത്തിനൊരു ശുദ്ധീകരണവും നമ്മുടെ ജീവിതത്തിനൊരു മാനസാന്തരവും ഇതുവരെ ഹല്ലേലൂയ വെട്ടുക്കിളിയും ഹല്ലേലൂയ മറ്റു ചിലർ തുറന്നുകൊണ്ടുപോയ സകല നന്മകളും ഈ പകൽക്കാലം തിരിച്ചു പ്രാപിക്കണമെങ്കിൽ കർത്താവിനോടൊന്ന് പറയണം, അപ്പായ എൻ്റെ ഇടയനായി നല്ല ഇടയനായി അങ്ങ് എൻ്റെ അടുക്കലൊന്ന് ഇറങ്ങി വരണമേ. ഇവിടെ വചനം പറയുന്നുണ്ട് പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് എന്നെ നടത്തുന്നുണ്ട്. ഹല്ലേലൂയ അവിടെ വചനം പഠിപ്പിക്കുന്നുണ്ട് കർത്താവ് നടത്തുന്നു. ഹല്ലേലൂയ നമ്മുടെ ജീവിതങ്ങളൊക്കെയും നമ്മൾ തന്നെ നോക്കാമെങ്കിൽ പല മേഖലയുടെ സ്ഥാനത്ത് നമ്മൾ വീണു പോകാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മുടെ കരത്തെ പിടിച്ച് വഴി
രൂപപ്പെടുത്തുന്ന ഒരു സാന്നിധ്യം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായേക്കാം. ഇവിടെ ഇരിക്കുന്ന സകല വ്യക്തികൾ ചില മേഖലയുടെ നടുവിൽ വീണു പോകും ഹല്ലേലൂയ എന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് കർത്താവ് നമ്മുടെ കരത്തെ പിടിച്ച് ഹല്ലേലൂയ സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികത്തേക്ക് നടത്തിയ ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. എൻ്റെ ജീവിതത്തിൽ അനേക സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സന്നിധിയിൽ താണിരുന്ന് നല്ല ഇടയനാകുന്ന കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒന്ന് ഇറങ്ങി വരണമേ എന്ന് നമ്മൾ ആത്മാർത്ഥ ഹൃദയത്തോടെ കർത്താവിനോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്ന് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളൊക്കെയും കർത്താവ് നോക്കത്തില്ല, കഴിഞ്ഞ സെക്കൻഡ് വരെ കർത്താവ് നോക്കത്തില്ല. പക്ഷെ ഈ സെക്കൻഡ് നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ പറ്റുമെങ്കിൽ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം തരണമേ, എൻ്റെ അവസ്ഥകൾക്കൊരു മാറ്റം തരണമേ, എൻ്റെ പ്രശ്നങ്ങൾക്കൊരു മാറ്റം തരണമേ, എൻ്റെ കണ്ണുനീരുകൾക്കൊരു മാറ്റം തരണമേ. എപ്പോഴും ഹല്ലേലൂയ മരുഭൂമി പോലെയുള്ള പ്രശ്നങ്ങളാണ് എൻ്റെ മുൻപാകെ, അതിനൊന്ന് പച്ചപ്പാക്കി മാറ്റി തരണമേ, സമൃദ്ധിയുള്ളതാക്കി മാറ്റി തരണമേ. എൻ്റെ മുൻപാകെ പ്രശ്നങ്ങൾ എപ്പോഴും മല അടിച്ചു വരുന്ന നിലവാരത്തിലാണ്. അപ്പ ഒരു സുനാമി എങ്ങനെ വരുമോ അതുപോലെയാണ് എൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളും, എൻ്റെ ജീവിതത്തിൽ വരുന്ന കണ്ണുനീരും, എൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളും, കുടുംബ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെയുമാണ് പിതാവേ. എങ്കിലും ഇന്ന് പകൽക്കാലം ഞാൻ തിരുസന്നിധിയിൽ അടുത്തു വരികയാണ്. നല്ല ഇടയനാകുന്ന പിതാവേ, സ്വന്തം മാടുകൾക്ക് വേണ്ടി ജീവൻ നൽകിയ പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ അങ്ങയുടെ അടുക്കലോട്ട് അങ്ങ് ഞങ്ങളുടെ അടുക്കലോട്ടെന്ന് ഇറങ്ങി വരണമേ. യോഹന്നാൻ അതിൻ്റെ 10-ാം അധ്യായം 11, 12, 13, 14, 15 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. യോഹന്നാൻ 10:11 ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ നല്ല ഇടയനാകുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിലോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മൾ വീണു പോകത്തില്ല, നമ്മൾ തകർന്നു പോകത്തില്ല, നമ്മൾ താളടിയായി പോകത്തില്ല. നമുക്ക് വേണ്ടി ജീവനം നൽകിയ ഒരു നല്ല ഇടയനെയാണ് നമ്മൾ സേവിക്കുന്നത്, നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതി പാതകളിലേക്ക് നടത്തുന്നു. എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. പലപ്പോഴും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ പ്രാണനെ തണുപ്പിക്കുവാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ മരിച്ചാൽ മതി, ഇനി ജീവിക്കണ്ട എന്ന സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയ വ്യക്തികളായേക്കാം നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. എങ്കിലും കർത്താവ് നമ്മുടെ പ്രാണനെ തണുപ്പിച്ചിട്ടുണ്ട്. ചില സാഹചര്യങ്ങൾ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയേ. മരിക്കണമെന്ന് ചിന്തിച്ച് ഓടിയ സാഹചര്യങ്ങൾ, ഇനി മരിച്ചാൽ മതി, എനിക്ക് ജീവിക്കണ്ട. ഹല്ലേലൂയ. മറ്റു പലതും എടുത്ത് മുന്നോട്ട് പോയ സാഹചര്യങ്ങൾ, അപ്പോൾ കർത്താവ് നമ്മുടെ പ്രാണനെ തണുപ്പിച്ചിട്ട് നീ മരിക്കേണ്ടവനല്ല, നീ ഇനി എനിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ്, നീ എനിക്ക് വേണ്ടി മുന്നോട്ട് പോകേണ്ട വ്യക്തിയാണ്, അനേകം വ്യക്തികളെ നേടേണ്ട വ്യക്തിയാണെന്ന് കർത്താവ് നമ്മുടെ കരത്തിൽ പിടിച്ച് നമ്മളെ പുറത്തു കൊണ്ടുവന്ന ഹല്ലേലൂയ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഉണ്ടായേക്കാം. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോയ സമയത്ത് കർത്താവ് നമ്മളെ പ്രാണനെ തണുപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളെപ്പോഴേ ഈ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞു പോയേനെ. ഈ ഭൂമിയിൽ നിന്ന് നമ്മളെപ്പോഴേ ഹല്ലേലൂയ നരകത്തിൽ വീണു പോയേനെ. ഇന്ന് പകലിലും ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ആ നല്ല ഇടയനാകുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. ആ നല്ല ഇടയനാകുന്ന ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമായി മാറത്തുള്ളൂ, ഏറ്റവും അനുഗ്രഹമായി മാറത്തുള്ളൂ, ഏറ്റവും നന്മ ഉള്ള ഒരു ജീവിതമായി മാറത്തുള്ളൂ. ഈ ലോകത്തിൽ മറ്റുള്ള വ്യക്തികൾ നോക്കുമ്പോൾ ഹല്ലേലൂയ അവൻ ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രതിസന്ധിയും കണ്ണുനീരും ഞെരുക്കവും എന്നവർ പറഞ്ഞേക്കാം. പക്ഷേ കർത്താവ് നോക്കുമ്പോൾ ഇവൻ എൻ്റെ പ്രിയ പൈതലാണ്, അതിലും അവൻ സന്തോഷിക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു ഹല്ലേലൂയ, എനിക്ക് അടി കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ വേദന വരുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ കർത്താവിനെ കാണാമല്ലോ. കാരണം എന്താണ്? അവൻ്റെ സന്തോഷം ഈ ഭൂമിയിലുള്ളതായിരുന്നില്ല, അവൻ്റെ സന്തോഷം ഉയരത്തിലുള്ളതായിരുന്നു. അവൻ്റെ സന്തോഷം ഹല്ലേലൂയ കർത്താവിനെ കാണണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, ആ ഒരു ആവശ്യമുണ്ട് എങ്കിൽ ഇന്ന് പകൽക്കാലം അങ്ങനെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ കർത്താവിനോടൊന്ന് പറയണം,
ക്രിസ്തുവേ എൻ്റെ ജീവിതത്തിലോട്ടൊന്ന് ഇറങ്ങി വരണമേ. ഇവിടെ വചനത്തിൽ കൂടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, നല്ല ഇടയനാകുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വന്നാൽ അനേകം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വരും. അനേകം ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അനേകം ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വരും. ഒരിക്കലും ദുഃഖിക്കേണ്ടി വരത്തില്ല. എപ്പോഴും സന്തോഷമായി മാറും. കർത്താവിൽ സന്തോഷമുള്ളവരായി മാറും. ഇവിടെ വചനം പറഞ്ഞു, നിന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിലേക്ക് നടത്തുന്നുണ്ട്. ഹല്ലേലൂയ. ഈ പാർട്ടി ഇങ്ങനെ പറയുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിലേക്ക് നടത്തുന്നു. ഹല്ലേലൂയ. തിരുനാമ നിമിത്തം കർത്താവിൻ്റെ വചനം എന്താണോ പഠിപ്പിക്കുന്നത്, അത് എങ്ങനെയാണോ നമ്മോട് സംസാരിക്കുന്നത്, തിരുനാമ നിമിത്തം എന്നെ നീതിപാതയിലോട്ട് നടപ്പിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെ നടത്തുവാൻ കഴിവുള്ളത് ആ കർത്താവിന് മാത്രമേ പറ്റത്തുള്ളൂ. നമ്മൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി, ഹല്ലേലൂയ, തകർന്നു പോയി, എനിക്കിനി ഒരു കയറ്റമില്ല, എനിക്ക് വിശ്വസിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയത്തില്ല എന്ന് നിങ്ങൾ പറയുന്ന വ്യക്തിയാണെങ്കിൽ ഇവിടെ വചനം പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് പഠിപ്പിക്കുന്നത്? ഹല്ലേലൂയ. തിരുനാമ നിമിത്തം എന്നെ നീതിപാതയിലേക്ക് നടത്തുന്നു. വചനപ്രകാരം എന്നെ കർത്താവ് നീതിപാതയിലോട്ട് എന്നെ കരം പിടിച്ച് നടത്തുന്നുണ്ട്. കർത്താവ് നമ്മുടെ കരത്തെ പിടിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള ഒരു വ്യക്തിയുടെ കരത്തിനെക്കാട്ടിലും വചനം പഠിപ്പിക്കുന്നുണ്ട്, സ്വർഗം സിംഹാസനവും ഭൂമി പാദപീഠമായി വാഴുന്ന അത്രയും ഭയങ്കരനാകുന്ന കർത്താവിനെയാണ്. ആ കർത്താവ് നമ്മുടെ കരത്തെ പിടിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ കണ്ണ് ഒന്നിനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്നിനെയും ഹല്ലേലൂയ കണ്ണ് നമ്മൾ ലജ്ജിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. കർത്താവ് നമ്മളെ വഴി നടത്തും. ഹല്ലേലൂയ. നമ്മൾ പലരും പറയാറുണ്ട്, ഈ വചനപ്രകാരം ജീവിക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല, ഈ വചനം ഭയങ്കര കട്ടിയുള്ളതാണ്, ഈ വചനപ്രകാരം നമ്മളെ കൊണ്ട് നമ്മുടെ പാപങ്ങളെ ഹല്ലേലൂയ മരിപ്പിച്ച് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ കഴിയത്തില്ല എന്നൊക്കെ നമ്മൾ പറയുന്ന വ്യക്തിയാണ്. പക്ഷെ വചനം പഠിപ്പിക്കുന്നുണ്ട്, ഹല്ലേലൂയ, എന്താണ് അതിൻ്റെ ഈ പാർട്ട് പഠിപ്പിക്കുന്നത്? തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിലേക്ക് നടത്തുന്നു. കർത്താവ് നടത്തിയാൽ നമ്മൾക്ക് ഹല്ലേലൂയ പാപങ്ങൾ വിട്ട് മാറുവാൻ കഴിയും, അതൊക്കെ വിട്ട് ജയിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നമ്മൾ പലരും പറയാറുണ്ട്, എനിക്ക് പറ്റത്തില്ല, ഹല്ലേലൂയ, കർത്താവിനെ പോലെ അനുസരിക്കുവാൻ, കർത്താവ് ചെയ്തതുപോലെ ചെയ്യുവാൻ കഴിയത്തില്ല. വചനം പഠിപ്പിക്കുന്നുണ്ട്, ഹല്ലേലൂയ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. നിനക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഒരു ആവേശമുണ്ടെങ്കിൽ, ആ നല്ല ഇടയനാകുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാപ സ്വഭാവങ്ങളെ ജീവിപ്പാൻ, അതിനെ ജയിക്കുവാൻ കർത്താവ് നമ്മുടെ മേൽ ശക്തിയെ പകരം. ഹല്ലേലൂയ. പണ്ടൊക്കെ ഞാൻ ചിന്തിച്ച കാര്യമാണ്, എന്നെ കൊണ്ട് കഴിയത്തില്ല, ഈ പാപ സ്വഭാവത്തെ എങ്ങനെ നീക്കും, ഈ പാപ സ്വഭാവത്തെ എങ്ങനെ ജയിക്കുമെന്നൊക്കെ ഞാൻ പണ്ട് ചിന്തിച്ച കാര്യങ്ങളാണ്. പക്ഷേ ക്രിസ്തുവിന്റെ കൂടെ നടക്കുവാൻ ഒരു വ്യക്തി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഹല്ലേലൂയ, അവനെ തകർക്കുവാൻ വരുന്ന എന്ത് പ്രശ്നമായിരുന്നാലും ഹല്ലേലൂയ കർത്താവ് നിൽക്കുവാൻ, അതിനെ മാറ്റുവാൻ സർവശക്തനാണ്. ഇവിടെ വചനം പറയുന്നത് പോലെ, ഹല്ലേലൂയ, തിരുനാമ നിമിത്തം എന്നെ നീതിപാതയിലേക്ക് നടത്തുന്നു. കൂരിരുൾ താഴ്വര കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ. കൂരിരുൾ താഴ്വര കൂടെ ഞാൻ നടന്നാൽ, ഹല്ലേലൂയ, പ്രശ്നങ്ങൾ നിറഞ്ഞ, പ്രതികൂലം നിറഞ്ഞ, ഇരുട്ട് നിറഞ്ഞ, പ്രശ്നങ്ങളും കണ്ണുനീരും ഒക്കെ നിറഞ്ഞ, ഹല്ലേലൂയ, ആ വഴിയിൽ കൂടെ നടന്നു പോയിരുന്നാലും കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട്, ഹല്ലേലൂയ, നമ്മൾ വീണു പോകുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ കർത്താവ് വഹിച്ചുകൊള്ളും. വചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, ഹല്ലേലൂയ, തൻ്റെ ദൂതന്മാരെ അയച്ച് അവൻ നമ്മളെ സംരക്ഷണം നൽകുമെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ താണിരുന്നു കഴിഞ്ഞാൽ, ഏത് പ്രശ്നത്തിൽ കൂടെ പോയിരുന്നാലും അതിൻ്റെ നടുവിൽ ഹല്ലേലൂയ ചിറക് വിരിച്ച് പറന്നു വരുന്ന കഴുകനെ പോലെ കർത്താവിൻ്റെ കരത്തെ വിരിച്ച് നമ്മളെ താങ്ങുവാൻ കർത്താവ് സർവശക്തനാണ്. ഇവിടെ വചനം പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. 5-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. ഹല്ലേലൂയ. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും. ഹല്ലേലൂയ. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലം ഒക്കെയും നമ്മളെ പിന്തുടരേണ്ടതാണ്. നമ്മൾ അതിനെ നോക്കി നടക്കേണ്ട വ്യക്തികളല്ല, അതൊക്കെ നമ്മുടെ പിറകെ നിന്ന് വരേണ്ടതാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നല്ല ഇടയനാകുന്ന കർത്താവിനെ നോക്കി ഇഷ്ടപ്രകാരം ആ കർത്താവിന്റെ ശബ്ദമനുസരിച്ച് നടക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ
അവന്റെ പിൻഭാഗം വരുന്നതാണ് നന്മയും കരുണയും. എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഹല്ലേലൂയ. നമ്മളെ പിന്തുടരേണ്ടത് ഈ ലോകത്തിലുള്ള പാപമോ ഈ ലോകത്തിലുള്ള ഒന്നുമല്ല. നമ്മൾ ആദ്യം ഒന്നാമത് ഫോക്കസ് ചെയ്യേണ്ടത്, നോക്കേണ്ടത് ആ ക്രിസ്തുവിനെ നോക്കി ഓടി തുടങ്ങിക്കഴിഞ്ഞാൽ നന്മയും കരുണയും നമ്മുടെ പുറകെ നിന്ന് വരും. ഹല്ലേലൂയ. അതിൽ നമ്മൾ ഹല്ലേലൂയ ഏറ്റവും സമ്പൂർണമായി ഏറ്റവും സന്തോഷത്തോടെ നമ്മൾ വാഴുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. നമുക്ക് കണ്ണുകൾ അടയ്ക്കാമോ? ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ തിരുസന്നിധിയിലോട്ട് അടുത്ത് വരികയാണ്. ഞങ്ങളോട് അങ്ങ് സംസാരിച്ചുവല്ലോ പിതാവേ. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളുടെ നല്ല ഇടയനായി ഞങ്ങളുടെ അടുക്കൽ ഒന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം മാറുമപ്പാ. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു വലിയ പരിഹാരം വരും പിതാവേ. ഞങ്ങളുടെ പ്രതിസന്ധികൾക്കൊരു പരിഹാരം വരും. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളുടെ അടുക്കൽ ഒന്ന് ഇറങ്ങി വരണമേ. അങ്ങ് ഞങ്ങളുടെ അടുക്കലോട്ടൊന്ന് ഇറങ്ങി വരണമേ പിതാവേ. ഹല്ലേലൂയ. ഓ റഷാലറദറസിക്കേമനിയ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോ ഒരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോൾ ഒരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, യേശു മാത്രമേ ദൈവമെന്നും. അതെപ്പാ. ഓ അത്ഭുതവാൻ, അതിശയവാൻ, യേശു മാത്രമേ ദൈവമെന്നും. അതെപ്പാ. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനും വീര്യത്തെ പ്രവർത്തിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിക്കുവാനും ഞങ്ങളുടെ അവസ്ഥകൾക്കൊരു മാറ്റം നൽകുവാനും ഇടയനാകുന്ന കർത്താവേ, ഞങ്ങളുടെ അടുക്കലോട്ടൊന്ന് ഇറങ്ങി വരിക പിതാവേ. ഞങ്ങളുടെ അടുക്കലോട്ടൊന്ന് അടുത്ത് വരിക അപ്പാ. ഞങ്ങളോടൊന്ന് സംസാരിക്കുക. ഹല്ലേലൂയ. നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവനെ കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ നല്ല ഇടയനാകുന്ന ആ കർത്താവിൻ്റെ അടുക്കലോട്ടൊന്ന് അടുത്ത് വരുന്ന വ്യക്തികളുണ്ടെങ്കിൽ കർത്താവിനോടൊന്ന് പറഞ്ഞേ, പരിശുദ്ധനെ ഞങ്ങളൊന്ന് തൊടുക. അവസ്ഥകൾക്കൊരു മാറ്റം വരണം. എൻ്റെ ജീവിത സാഹചര്യങ്ങൾക്കൊരു മാറ്റം വരണം. ഞങ്ങളുടെ പ്രതിസന്ധികൾക്കൊരു മാറ്റം വരണം. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു മാറ്റം വരണം. ഞങ്ങളുടെ പ്രാർത്ഥന ജീവിതങ്ങൾക്കൊരു മറുപടി വേണം പിതാവേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഹല്ലേലൂയ. ഞാൻ നോക്കുമ്പോൾ അസാധ്യമായി തോന്നുന്ന ചില വിഷയങ്ങൾക്ക് മറുപടി വരണമപ്പ. ഓ റഷിക്കേന. ഓ അവിടുത്തെ ശക്തി വെളിപ്പെട്ട് വരട്ടെ അപ്പാ. ഞങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ അവിടുത്തെ ശക്തി വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതെപ്പാ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങൾ വഹിച്ചു കൊണ്ടിരിക്കുന്ന നല്ല കൃപയ്ക്കായി സ്തോത്രമപ്പ. ഞങ്ങളെ തന്നെ സമസ്തവും താഴ്ത്തി തരിക. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.